കുട്ടിയുടെ കണ്ണിലൂടെ കാണുവാനും അവന്റെ കാതിലൂടെ കേൾക്കുവാനും അവന്റെ മനസ്സിലൂടെ ചിന്തിക്കുവാനും കഴിവുള്ളവനായിരിക്കണം യഥാർത്ഥ അധ്യാപകൻ. അധ്യാപകനെ കുറിച്ച് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് സ്വാമി വിവേകാനന്ദനാണ്. സ്വാമി വിവേകാനന്ദന്റെ ഈ വാക്കുകൾ എൻ്റെ പ്രിയപ്പെട്ട അധ്യാപക സമൂഹത്തിന് നൽകിക്കൊണ്ട് ഈ ദിവസത്തെ വൈജ്ഞാനിക പോരാട്ടത്തിലേക്ക് എല്ലാവരെയും സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു മത്സര പോരാട്ടം ഇന്ന് ഞങ്ങൾ ചിത്രീകരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ ഏറ്റവും മികച്ച വിദ്യാലയമായിട്ട് വർഷങ്ങളായി തിരഞ്ഞെടുക്കപ്പെടുന്ന മുതുകുറ്റി UP സ്കൂൾ വെച്ചാണ്. മുതുകുറ്റി UP സ്കൂളിലെ 7ാം ക്ലാസ് A എന്ന് പറയുന്ന ബാച്ചിലുമായാണ് നമ്മുടെ ഈ ഒരു പരിപാടി ചിത്രീകരിക്കുന്നത്. ആരൊക്കെയാണ് ഇന്നത്തെ ഈ മത്സര യാത്രയിൽ ഞങ്ങളോടൊപ്പം പങ്കുചേരുന്നത് എന്നവരൊന്ന് പരിചയപ്പെടാം. മോനെ പേരെന്താ? ആദിത്യൻ. ആദിത്യൻ എത്ര ക്ലാസ് പഠിക്കുക? 7th-ലാണ്. ആദിത്യന്റെ വീട് എവിടെയാ? കോഴിയോടാണ്. നന്നായിട്ട് പഠിക്കാറുണ്ടോ മോൻ? ഇഷ്ടമാണ് പഠിക്കാനൊക്കെ അല്ലെ? വീട്ടിലാരൊക്കെ ഉള്ളത്? അമ്മയുണ്ട്, അമ്മമ്മയുണ്ട്, അച്ചാച്ചനുണ്ട്. അച്ചാച്ചന്റെ പേരെന്താ? ബാലൻ. അമ്മമ്മയുടെ പേരോ? കാർത്തിക. അമ്മ? അച്ഛൻ? ഇതിലെ 4 പേര് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആദിത്യന് ആരോടാ? അച്ഛനോടാണ്. അച്ഛനോടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്നത്. ഇനി വീട്ടിൽ പോയി കഴിഞ്ഞാൽ അമ്മയുടെ തല്ലി കിട്ടുമോ? ഇല്ല. അമ്മേനും ഇഷ്ടമാണ്, പക്ഷെ കൂടുതൽ ചോദിക്കുമ്പോൾ അച്ഛന്റെ പേരാ പറയാം. അച്ഛൻ എന്താ ജോലി ചെയ്യുന്നത്? കേബിളിന്റെ വർക്കറാണ് അല്ലെ? അപ്പൊ അച്ഛനോടൊക്കെ നമ്മുടെ മത്സര പരിപാടി കാണുവാൻ വേണ്ടി പറയണം കേട്ടോ. റെഡിയല്ലേ? മോളുടെ പേര്? അൻവിത. അൻവിത 7ാം ക്ലാസ് തന്നെയാണ് പഠിക്കുന്നത് ആണ്. അൻവിതയുടെ ക്ലാസ് ടീച്ചറുടെ പേരെന്താ? അഭിലാഷ് മാഷാണ് അല്ലെ? അഭിലാഷ് മാഷ് ഏത് സബ്ജക്റ്റ് കൈകാര്യം ചെയ്യുന്നത്? സോഷ്യലാണ്. അപ്പൊ സോഷ്യലുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉത്തരം പറയാൻ പറ്റും അല്ലെ? അൻവിതയുടെ വീട് എവിടെയാ? മക്രേ. അഭിലാഷ് മാഷിന്റെ വീടിന്റെ അടുത്താണോ? അഭിലാഷ് മാഷിന്റെ മോളാണ്. അഭിലാഷ് മാഷിന്റെ മോളാണ് അല്ലെ? മോളുടെ വീട്ടിൽ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടാ. അച്ഛൻ ഇന്ന് ഇവിടെ വന്നിട്ടില്ല അല്ലെ? അച്ഛൻ എന്തോ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ മിടുക്കിയാണ് അല്ലെ? ഓക്കെ. മോളുടെ പേര്? ആയിഷ സെമീർ. ഉപ്പയുടെ പേരാണോ സെമീർ? ഉപ്പ എന്താ ചെയ്യുന്നത്? ഡ്രൈവറാണ്. ആയിഷയുടെ വീട് എവിടെയാ? ഇരുവേലി. മോന്റെ പേര്? ഹിദാഷ്. ക്ലാസ് പഠിക്കുക? 6ാം ക്ലാസ്. വീട് എവിടെയാ മോനെ? ആർവിമട്ട. അപ്പൊ മത്സര പരിപാടി എന്ന് പറഞ്ഞാൽ 3 ചോദ്യങ്ങളാണ് മക്കളോട് ഞങ്ങൾ ചോദിക്കുക. ആ 3 ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരമാണ് പറയുന്നതെങ്കിൽ നല്ലൊരു മെഗാ സമ്മാനം ചാനലിന്റെ വക ഉണ്ടായിരിക്കും. അപ്പം നമുക്ക് പോകാം. അപ്പോൾ നന്നായിട്ട് ടെൻഷനൊന്നും ഇല്ലാതെ ചിരിച്ചുകൊണ്ട് ഉത്തരം പറയാം. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയാൻ പറ്റിയെന്ന് വരത്തില്ല, അതുകൊണ്ട് പേടിക്കുന്നത് വേണ്ട. എന്നാലും മക്കള് ഇത്രയും കുട്ടികളുടെ ഇടയിൽ വെച്ചിട്ട് പങ്കെടുക്കാൻ വേണ്ടി ധൈര്യം കാണിച്ചല്ലോ അല്ലേ? അപ്പൊ നിങ്ങളെല്ലാവരും ഇവരെ നല്ലൊരു കയ്യോടോട് കൂടി തന്നെ ഇവരൊന്ന് ആദ്യത്തെ ചോദ്യത്തിന് വേണ്ടി പ്രോത്സാഹിപ്പിക്കും. ഓക്കെ. അപ്പൊ ഇവർക്കൊക്കെ നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഇത്ര വലിയൊരു കയ്യടി കിട്ടിയിട്ടുള്ളത്. ഒരുപാട് ഇഷ്ടമുള്ള കുട്ടികളെ ഇതേപോലെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു നമ്മുടെ ഇന്ത്യയിൽ. അദ്ദേഹത്തിന് റോസാപ്പൂവ് ഒരുപാട് ഇഷ്ടമായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു വിശേഷണം, അദ്ദേഹം അറിയപ്പെടുന്നത് ചാച്ചാജി എന്ന പേരിലാണ്. നിങ്ങളോടുള്ള എൻ്റെ ആദ്യത്തെ ചോദ്യം, ചാച്ചാജി എന്ന വിശേഷണത്തിന്റെ ഉടമയായിട്ടുള്ള പ്രധാനപ്പെട്ട ആ മഹത് വ്യക്തിയുടെ പേരാണ് പറയേണ്ടത്. ആരെയാണ് ചാച്ചാജി എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്നാണ് ആദ്യത്തെ ചോദ്യം. ജവഹർലാൽ നെഹ്റു ആണോ? മക്കളെ ആണോ? ഇദ്ദേഹം പറഞ്ഞ ഉത്തരം ഞാൻ ഉറപ്പിക്കട്ടെ. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു എന്നുള്ള ഉത്തരം പൂർണ്ണമായും ശരിയായ ഉത്തരം തന്നെയാണ്. കൺഗ്രാജുലേഷൻ. അപ്പൊ ആദ്യത്തെ കടം വാങ്ങ കടന്നു അല്ലേ? ചെമ്പിലോടല്ലേ സ്ഥലം പറഞ്ഞല്ലേ? കോഴിയോട്. മോള് മക്കരേരി. ഒരാള് ആർവിമട്ടയുണ്ട്, ഒരാള് ഇരുവേലിയുണ്ട് അല്ലെ? അപ്പൊ ഈ മുതുകുറ്റി സ്കൂൾ എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിൽ ഏത് പഞ്ചായത്തിലാണ് ഉൾപ്പെടുന്നത്? ചെമ്പിലോട് പഞ്ചായത്തിലാണ്. ചെമ്പിലോട് പഞ്ചായത്ത് തന്നെയാണ്. ചെമ്പിലോട് പഞ്ചായത്തിന് ഒരുപാട് വാർഡുകൾ ഉണ്ടായിരിക്കും. വാർഡ് 1, വാർഡ് 2, വാർഡ് 3, വാർഡ് 4, അങ്ങനെ ഒത്തിരി വാർഡുകൾ ഉണ്ടായിരിക്കും. പക്ഷെ രണ്ടാമത്തെ ചോദ്യം നിങ്ങളോട് ഈ രീതിയിലുള്ളതാണ്. മുതുകുറ്റി UP സ്കൂൾ ഉൾപ്പെടുന്നത് ഏത് വാർഡിലാണ് എന്നാണ് എന്റെ ചോദ്യം. 11ാം വാർഡ്. ചാടിക്കേറി
ഉത്തരം പറഞ്ഞിട്ട് തെറ്റിപ്പോകരുത്. കാരണം ഇനി ഒരു ചോദ്യം മാത്രം ബാക്കി കിടപ്പുണ്ട്. അതിന് ഉത്തരം പറയുകയാണെങ്കിൽ വലിയൊരു സമ്മാനമാണ്. നേരത്തെ പറഞ്ഞ വലിയ സമ്മാനം കിട്ടുക. 11ാം വാർഡ് എന്നുള്ള ഉത്തരം ഞാൻ ഉറപ്പിക്കട്ടെ? ഉറപ്പിക്കാം. ഉറപ്പാണ് 11ാം വാർഡ് തന്നെയാണ്. ഉറപ്പിക്കട്ടെ? 11ാം വാർഡ് എന്ന് പറയുന്ന ഉത്തരവും പൂർണ്ണമായിട്ടും ശരിയായ ഉത്തരം തന്നെയാണ്. കൺഗ്രാജുലേഷൻ. ഇനി ഒരു ചോദ്യം മാത്രമേ ബാക്കി കിടപ്പുള്ളൂ. ആ ചോദ്യത്തിന് ഇതുപോലെ ശരിയായ ഉത്തരം പറയുകയാണെങ്കിൽ നല്ലൊരു സമ്മാനം നിങ്ങളെ കാത്തിരിക്കുകയാണ്. അതിനു മുമ്പേ ഇത് കൂട്ടത്തിൽ ആരാണ് നന്നായിട്ട് പാട്ടുകള്, സിനിമാ പാട്ടുകള്, കവിതകള് അങ്ങനെ ചൊല്ലുന്ന ആരെങ്കിലും ഉണ്ടോ? ആയിഷ മോളെ ഏത് കവിത ചൊല്ലാറ്? അമ്മ, ONV കുറുപ്പിന്റെ അമ്മ എന്ന് പറയുന്ന കവിത. നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് അമ്മ എന്ന് പറയുന്ന ആ കവിതയിലെ 4 വരികള് മോളൊന്ന് ചൊല്ലിക്കൊടുക്കുമല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. 9 പേരവർ കൽപ്പണിക്കാർ, ഓരമ്മ പെറ്റവരായിരുന്നു. 9 പേരും അവരുടെ നാരിമാർ, 9 ഒന്നിച്ചു വാണിരുന്നു. വളരെ നന്നായിട്ട് തന്നെയാണ് ആയിഷ ONV കുറുപ്പിന്റെ അമ്മ എന്ന് പറയുന്ന കവിത ആലപിച്ചത്. മലയാളികളെ കരയിപ്പിച്ച ഒരുപാട് കവിതകൾ മലയാളത്തിലുണ്ട്. അതിലൊരു കവിത മാമ്പഴം എന്ന് പറയുന്ന വലുപ്പള്ളി ശ്രീധരമേനോന്റെ കവിതയാണ്. മറ്റൊരു കവിത ഉണ്ടായിരുന്നു, അച്ഛനുറങ്ങിക്കിടക്കുന്നു നിശ്ചലം എന്ന് പറയുന്ന വലാരാമവർമ്മയുടെ ഒരു കവിത. ആ കവിതയുടെ പേരറിയാമോ നിങ്ങൾക്കാർക്കെങ്കിലും? ഏതാണ്? ചിരസ്മരണ അല്ല മോളെ. ചിരസ്മരണ എന്ന് പറയുന്നത് കയ്യൂർ സമരവുമായി ബന്ധപ്പെട്ട് കുൽക്കുന്ത് ശിവരായ എഴുതിയ ഒരു നോവലാണ്. ആത്മാവിലൊരു ചിത. വെരി ഗുഡ്, വെരി ഗുഡ്. ആത്മാവിലൊരു ചിത എന്ന് പറയുന്ന കവിത. അതുപോലെ തന്നെ മലയാളികളെ കരയിപ്പിച്ച മറ്റൊരു കവിതയാണ് മോളിപ്പോ ചൊല്ലിയ ഒരു കവിത അല്ലെ? അമ്മയെ ആ ചുമരോട് ചാർത്തി വെച്ചുകൊണ്ടാണ് ആ മതില് പണിയുക അല്ലെ? ഏതായാലും വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾ എത്തിപ്പെട്ടത് വളരെ മിടുക്കരായ ഒരുപാട് കഴിവുകളുള്ള വിദ്യാർത്ഥികളെ വാർത്തെടുക്കുന്ന ആ ഒരു സ്കൂളിൽ തന്നെയാണ്. നമുക്കതിൽ ഒരുപാട് സന്തോഷങ്ങളുണ്ട്. ഇനി ഒരു ചോദ്യം ബാക്കി കിടക്കുകയാണ്. ആ ചോദ്യത്തിലേക്ക് ഞാൻ പോകട്ടെ. നമ്മുടെ സാധാരണ രീതിയിൽ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും ഒക്കെ വർദ്ധിപ്പിക്കണമെങ്കിൽ ചില പസിൽസുകൾ അല്ലെങ്കിൽ ഇതുപോലെ ക്വിസ് മത്സരങ്ങൾ, ചെസ് മത്സരങ്ങളൊക്കെ പങ്കെടുക്കണമെന്ന് കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സും അതുപോലെ തന്നെ രക്ഷിതാക്കളൊക്കെ പറഞ്ഞു തന്നിട്ടില്ലേ? മക്കള് ചെസ് മത്സരം അല്ലെങ്കിൽ ചെസ് ബോർഡൊക്കെ കണ്ടിട്ടില്ലേ? അപ്പം നിങ്ങളോട് ഇപ്പോൾ ചോദിക്കുന്നത് വളരെ ലളിതമായിട്ടൊരു ചോദ്യമേ ചോദിക്കാൻ പറ്റത്തുള്ളൂ. ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ഉണ്ടായിരുന്ന നമ്മുടെ ഇന്ത്യക്കാരനാണ്. ഗുഗേഷ് ഡി ഡമരാജുൻ എന്നറിയപ്പെടും അദ്ദേഹത്തിന്റെ പേര് അല്ലേ? 18 വയസ്സ് പൂർത്തിയായ ഒരു വ്യക്തി. ഇപ്പൊ കഴിഞ്ഞ 2 ദിവസം മുന്നേ ഇന്ത്യയിൽ ആദ്യമായിട്ട് വനിതാ ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടി. ആര് നേടി ഓർമ്മയുണ്ടോ? ചോദ്യമല്ല, ആരാണ്? ദിവ്യ ദേശ്മുഖ്. ശരി തന്നെ, ശരിയായ ഉത്തരം തന്നെയാണ്. പക്ഷെ മക്കളോട് ഞാൻ ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങൾ ചെസ് ബോർഡ് കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? ആ ചെസ് ബോർഡിൽ ആകെ ഏതൊക്കെ തരത്തിലെ നിറങ്ങളാണ് ഉള്ളത്? നിങ്ങൾ കണ്ട ചെസ് ബോർഡില് കറുപ്പും വെളുപ്പുമാണ്. ഉത്തരം തെറ്റിപ്പോകരുത്. സമ്മാനത്തിന് വേണ്ടിയുള്ള ചോദ്യമാണ്. എൻ്റെ ചോദ്യം ഇതാണ്. ആ സമ്മാനത്തിന് വേണ്ടിയിട്ട് ഒരു ചെസ് ബോർഡിലെ ആകെ സമചതുരങ്ങളുടെ എണ്ണം എത്രയാണ് എന്നാണ് എൻ്റെ ചോദ്യം. ഒരു ചെസ് ബോർഡിലെ ആകെ സമചതുരങ്ങളുടെ എണ്ണം, ടോട്ടൽ നമ്പർ ഓഫ് സ്ക്വയർസ് ഇൻ എ ചെസ് ബോർഡ്. ഒരു ചെസ് ബോർഡിലെ ആകെ സമചതുരങ്ങളുടെ എണ്ണം. ഏതെങ്കിലും ഒരു നമ്പർ പറഞ്ഞോ മോൻ? രണ്ട്. ഉറപ്പിക്കട്ടെ? 62 എന്ന് പറയുന്ന ഉത്തരം ഉറപ്പിക്കട്ടെ? അതിൽ വേറെ എന്തെങ്കിലും ഉത്തരം ഉണ്ടോ നിങ്ങൾക്ക്? ഒരു പക്ഷെ അത് ശരിയാണെങ്കിൽ നല്ലൊരു സമ്മാനമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ആ 62 എന്ന് പറയുന്ന ഉത്തരം തെറ്റാണെങ്കിൽ താൽക്കാലികമായിട്ട് ഈ വൈജ്ഞാനിക പോരാട്ടത്തിൽ ഞങ്ങളോട് ഗുഡ് ബൈ പറയേണ്ടി വരും. 62 എന്നത് ഉത്തരം ഉറപ്പിക്കട്ടെ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. 64. ഐഷ പറയുന്നത് 64 അല്ലേ? ഏതാണ് ഞാൻ ഉറപ്പിക്കേണ്ടത്? മത്സരാർത്ഥി അദ്ദേഹമാണ്. മോനല്ല മത്സരാർത്ഥി എന്ന് പറഞ്ഞത്. ഏതാണ് ഉറപ്പിക്കേണ്ടത്? 62 ആണോ 64 ആണോ? 4.
ഞങ്ങൾ വിചാരിച്ച പോലെയുള്ള മക്കളല്ല ഇവര് മിടുക്കന്മാരാണ്. ഒരാൾ 62 പറഞ്ഞു, ഒരാൾ 64 പറഞ്ഞു. പക്ഷെ മക്കളെ, എൻ്റെ ചോദ്യം കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതൊരു ചതുരംഗ കളിയാണ്. നമ്മുടെ സ്പോർട് ക്വിസ് എന്ന് പറയുന്നത് ഒരു ചതുരംഗ കളിയാണ്. ഞാൻ ഒരു വാക്ക് അവിടെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ചെസ് ബോർഡിലെ ആകെ കളങ്ങളുടെ എണ്ണം എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കൾ പറഞ്ഞ ഉത്തരം ശരി തന്നെയാണ്, 64 കളങ്ങളാണുള്ളത്. പക്ഷെങ്കിൽ എൻ്റെ ചോദ്യം 64 കളങ്ങൾ എന്നുള്ളതായിരുന്നില്ല, ആകെ സമചതുരങ്ങളുടെ എണ്ണമാണ്. ഒരു കളം എന്ന് പറയുന്നത് ഒരു സമചതുരമാണ്. 4 കളങ്ങൾ ചേരുമ്പോൾ വീണ്ടും ഒരു സമചതുരം. അപ്പോൾ 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് അങ്ങനെ വരുന്ന സമയത്ത് ആകെ സമചതുരങ്ങളുടെ എണ്ണം നിങ്ങൾ പറയേണ്ടത് 204 സമചതുരങ്ങളുടെ പേരായിരുന്നു പറയേണ്ടിയിരുന്നത്. 64 കളങ്ങളാണ് എൻ്റെ ചോദ്യമെങ്കിൽ നിങ്ങൾ പറഞ്ഞ ഉത്തരം ആകെ കളങ്ങളുടെ എണ്ണമാണ് ചോദ്യമെങ്കിൽ നിങ്ങൾ പറഞ്ഞ ഉത്തരം പൂർണ്ണമായി ശരിയായിരുന്നു. പക്ഷെ എൻ്റെ ചോദ്യം ആകെ സമചതുരങ്ങളുടെ എണ്ണമായിരുന്നു. നിർഭാഗ്യവശാൽ അവിടേക്ക് എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല. പക്ഷെ വളരെ നന്നായിട്ടാണ് 4 പേരും ഈ മത്സരയാത്രയിൽ ഈ സ്പോർട് ക്വിസിൽ ഞങ്ങളോടൊപ്പം പങ്കുചേർന്നിട്ടുള്ളത്. ഞങ്ങൾ വീണ്ടും വരും ഈ മുതുകുറ്റി സ്കൂളിൽ. ആ സമയത്ത് ഞങ്ങളുടെ മെഗാ സമ്മാനം നിങ്ങൾ തീർച്ചയായിട്ടും കൊണ്ടുപോകണം. ഇന്നത്തെ 2 ചോദ്യങ്ങൾക്ക് യാതൊരു സംശയങ്ങളും ഇല്ലാതെ ഉത്തരം പറഞ്ഞതിന് അഞ്ചരക്കണ്ടി പബ്ലിക് വെൽഫെയർ കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി സമ്മാനിക്കുന്ന ഒരു സമ്മാനം, ആർട്ടിക്ക മൊമെന്റ്സ് ചക്രകൾ നൽകുന്ന മറ്റൊരു സമ്മാനം, മുതുകുറ്റി UP സ്കൂളിലെ മിടുക്കരായ വിദ്യാർത്ഥികൾ പഠിക്കുന്ന 7ാം ക്ലാസ് A ബാച്ചിലെ ക്ലാസ്സിൽ നിന്നും ഈ ദിവസം നിങ്ങളോട് യാത്ര ചോദിക്കുന്നു. മിടുക്കരായ ഈ കുട്ടികളോടും ഈ വിദ്യാർത്ഥികളോടൊപ്പം നല്ലൊരു ഹൈ പറയും എല്ലാ ആളുകളും.